നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഈ എനർജി യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ലൈഫിലെ പല പ്രോസസ്സുകളും നമ്മൾ ചെയ്യാറുണ്ട്. റെസ്പിറേഷൻ, ഡൈജഷൻ, അതുപോലെ തന്നെ എക്സ്ക്രീഷൻ തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ എനർജി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ എനർജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ടി വരുന്ന ഫുഡ് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? സിംപ്ലി നമ്മളിലേക്ക് ഭക്ഷണം എത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ കടയിൽ പോയി ഭക്ഷണം മേടിച്ച് നമ്മൾ വന്ന് കുക്ക് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഭക്ഷണം നമ്മളിലേക്ക് എത്തുന്നത്. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ട് അതും കഴിക്കാറുണ്ട്. എങ്കിൽ ഈ കടകളിൽ എവിടെ നിന്നായിരിക്കും ഭക്ഷണം എത്തുക? അത് വലിയ മറ്റ് കടകളിൽ നിന്നായിരിക്കും ഈ ചെറിയ കടകളിലേക്ക് ഭക്ഷണങ്ങൾ എത്തുക. അതെവിടെ നിന്നായിരിക്കും എത്തുക? അത് വലിയ ക്രോപ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വളരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ ക്രോപ്പിൻ്റെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്ന ശേഷം അവസാനം ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ടായിരിക്കും കടകളിലേക്ക് എത്തപ്പെടുക. അപ്പം ഇങ്ങനെ ക്രോപ്പ് അഥവാ നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതിനു മുൻപ് നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിനെ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ക്രോപ്പ് എന്താണെന്നുള്ളതും ആ ക്രോപ്പിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതും ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓൾ ലിവിങ് ഓർഗാനിസംസ് റിക്വയർ ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് റിക്വയർ ആണ്? ഫുഡ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളതാണ്, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും. The energy from food is utilized by an organism for carrying out its various life processes such as digestion, respiration and excretion. ഇങ്ങനെയുള്ള ലൈഫിൻ്റെ പല പ്രോസസ്സുകളും കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി ആവശ്യമാണ്. ആ എനർജി ലഭിക്കുന്നതാകട്ടെ ഫുഡിൽ നിന്നുമാണ്. Plants can make their food themselves, but animals including humans cannot. പ്ലാന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, അഥവാ അവർ ഓട്ടോട്രോപ്സ് ആണെന്ന് പറയും. എങ്കിൽ ആനിമൽസോ, നമ്മൾ ഉൾപ്പെടെയുള്ള അഥവാ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാവിധ ആനിമൽസിനും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവില്ല. അഥവാ നമ്മൾ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നവരാണ്, നമ്മൾ ഹെറ്ററോട്രോപ്സ് ആണ്. വി ഗെറ്റ് അവർ ഫുഡ് ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഓർ ബോത്ത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആരെ ആശ്രയിക്കുന്നുണ്ട്? പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ആനിമലിനെ ആശ്രയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എന്താണ് ക്രോപ്പ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? അരി അഥവാ നമ്മൾ ചോറ് കഴിക്കാറുണ്ട്, ബ്രെഡ് പോലുള്ളവ നമ്മൾ കഴിക്കാറുണ്ട്, ചപ്പാത്തി അങ്ങനെ തുടങ്ങി. പിന്നെ മീറ്റ് കഴിക്കുന്നവർ അങ്ങനെ അത് കഴിക്കാറുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് തുടങ്ങി, പിന്നെ മിൽക്ക് അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഫുഡിലുണ്ട്. ഇതിൽ ക്രോപ്പ് എന്ന് നമ്മൾ എടുത്തു പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്ന എന്ത് വെച്ചിട്ടാണ്? അരി, ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങൾ വെച്ചിട്ടൊക്കെയാണ് അല്ലേ? അപ്പോൾ ഈ അരിയും ഗോതമ്പും ചോളവും അങ്ങനെ തുടങ്ങി നമ്മൾ കഴിക്കുന്ന വിവിധ തരത്തിലുള്ള ഈ ഒരു പ്ലാന്റ്സിൻ്റെ പല രീതിയിലുള്ള ക്രോപ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്രോപ്സ് നമ്മൾ എന്താണെന്ന് പരിചയപ്പെടുകയാണ്.